പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വളരെ ദുഃഖമേറിയ കാലഘട്ടത്തിലൂടെയാണ്. പ്രളയം, കോവിഡ്, പ്ലെയിൻ ക്രാഷ്, അങ്ങനെ. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ശരിയായിട്ട് പാലിച്ച് എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. വേഗം തന്നെ നമുക്ക് പഴയ നിലയിലോട്ട് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു സെൽഫാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തമ്പനയിലിൽ കണ്ടു കാണും. ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ഷെൽഫ് നിർമ്മിക്കാം. ചെറിയൊരു ഷെൽഫാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ പലകയിലാണ് നമ്മൾ ആ ഷെൽഫ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ പലകയുടെ ഒരു ഭാഗം നമുക്കൊന്ന് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 45 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഈ ഷെൽഫ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 45 സെൻറ്റിമീറ്ററും നമുക്ക് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡ് മാർക്ക് ചെയ്യണം. അപ്പോൾ ആ ലെവൽ തെറ്റാതിരിക്കാനാണ് രണ്ട് സൈഡായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മാർക്കും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇത് 45 സെൻറ്റിമീറ്ററിൻ്റെ മാർക്കിംഗ് ആണ്. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പലകയും ഒരു ആക്സാ ബ്ലേഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്സാ ബ്ലേഡ് വെച്ച് പതിയെ കട്ട് ചെയ്താൽ നന്നായിട്ട് കട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ടർ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ കട്ടിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു. ഉണ്ട്, അപ്പോൾ നന്നായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. ഇതേപോലെ രണ്ട് പീസ് നമുക്ക് ആവശ്യമാണ്. 45 സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് പീസ്. അതിനുശേഷം 5 സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത്. 5 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത പലക പീസുകൾ നമുക്ക് ഇതേപോലെ സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ കാർപ്പൻ്റർമാരുടെ ടൂൾസൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉള്ള ടൂൾസ് വെച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ പീസും ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാനാണ് ഞാനിപ്പോൾ ഇതേപോലെ വെച്ചത്. അപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് സ്ക്രൂ വയ്ക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തവർ നമ്മളെ സ്ക്രൂ വച്ച് പിടിപ്പിച്ചാലും മതിയാവും. ഇപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈസി ആയിട്ട് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക എന്നുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൽ സ്ക്രൂ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ രണ്ട് പീസിലും സ്ക്രൂ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ക്ലാമ്പാണ്, എൽ ടൈപ്പ് ക്ലാമ്പാണ്. ഇത് ഹാർഡ് വർക്ക് കടയിലൊക്കെ കിട്ടുന്നതായിരിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പൈപ്പ് എടുത്ത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ക്ലാമ്പ് എടുത്ത് നമ്മുടെ ഷെൽഫിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇതേപോലെ രണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ചുവരിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആക്സാ ബ്ലേഡ് കൊണ്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം.
ശേഷം നമ്മുടെ കയ്യിൽ ഉളിയോ മറ്റ് ആയുധങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഉള്ള ആയുധങ്ങൾ വെച്ചാണ് നമ്മൾ ഇത് റെഡി ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഭാഗം 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 200 ml പെയിൻ്റാണ് വാങ്ങിച്ചത്. 2 കോട്ട് പെയിൻ്റ് അടിച്ചു കൊടുത്തു ഞാൻ. ഇത് ഉണങ്ങാൻ ഏകദേശം 2 ദിവസമായി. സ്പിരിറ്റ് ലെവലാണ് സംഭവം. അപ്പോൾ ഞാൻ ഈ ചവറിലാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 2 ലൈൻ ഇട്ട് കൊടുക്കണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ലെവൽ തെറ്റാതിരിക്കാനാണ് ഈ സംഭവം ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ സ്പിരിറ്റ് ലെവൽ വെച്ച് നമ്മുടെ 2 ലൈനും ഒരേ ലെവലിന് വരച്ചു കൊടുക്കണം. ഇതാണ് ഫസ്റ്റത്തെ മാർക്ക്. കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഫസ്റ്റത്തെ മാർക്ക്. ഇത് സെക്കൻഡ് മാർക്കാണ്. നമുക്ക് ഇതിൽ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു. ഇതാണ് സംഭവം. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ചുവരിലോട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. ഇവിടെയും മാർക്ക് ചെയ്യണം, ഇവിടെയും മാർക്ക് ചെയ്യണം. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഭാഗത്തിനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ക്ലാമ്പും ഇതേപോലെ മാർക്ക് ചെയ്യണം. നമ്മളിവിടെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ആണി വെച്ച് പതിയെ അടിച്ച് കൊടുത്ത് സെറ്റ് ചെയ്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ ഡ്രില്ലിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ഫിഷർ നമുക്ക് അതിൻ്റെ അകത്തൂടെ കടത്തി നമ്മൾ ഈ സ്ക്രൂ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു സ്ക്രൂ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ വലിയ വെയിറ്റൊന്നും വയ്ക്കാത്തത് കൊണ്ട് ഒരു സ്ക്രൂ വെച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഈ ഷെൽഫിനെ ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ അടിയിലോട്ട് നമുക്ക് ചെറിയ സ്ക്രൂ വെച്ച് സ്ക്രൂ ഡ്രൈവറിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് അലമാര അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഒരു ടോയ് കാറും കുറച്ച് പൂക്കളാണ് ഞാൻ വച്ചിരിക്കുന്നത്. കാണാനായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 800 മുതൽ 1000 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെയൊക്കെ വില. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അറിയാം ഇതിൻ്റെ വിലയൊക്കെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് തന്നെ സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് ഇനിയും കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.